സംഗീത സംവിധായകൻ ശ്രീ മോഹൻ സിത്താര ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ പ്രതികരിക്കാൻ. ശ്രീ മോഹൻ സിത്താര, എങ്ങനെയാണ് ജയേന്ദ്രൻ എന്ന ഗായകനെ താങ്കൾ ഓർമ്മിക്കുന്നത് ഈ ഘട്ടത്തിൽ? സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കയ്യും കാര്യം ഇറക്കുക. കാരണം എൻ്റെ മലയാളത്തിൻ്റെ നെടുന്തൂണാണ് നമ്മളെ വിട്ട് പോയത്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അദ്ദേഹം സുഖമില്ലാതൊക്കെ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഇത്രയും വേഗം നമ്മളെ വിട്ട് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നമ്മൾ ഒരു 2 വർഷം മുന്നെയാണ് ഞാൻ ജയേട്ടനെ കൊണ്ടൊരു പാട്ട് പഠിപ്പിച്ചത്. ഫിലിമിന്റെ പേര് ഏതൊന്നും ഓർക്കുന്നില്ല. അന്ന് വന്നിട്ട് ഒരുപാട് തമാശകളെല്ലാം പറഞ്ഞ് എൻ്റെ തോളിൽ കൈയിട്ട്, ഞാനും ജയേട്ടൻ്റെ തോളിൽ കൈയിട്ടൊക്കെ എന്തൊക്കെയോ അങ്ങനെ തമാശകളൊക്കെ പറഞ്ഞു. ഇതുവരെ ഇല്ലാത്തൊരു തമാശയാണ് അന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നത്. പിന്നെ അതിനുശേഷം നമുക്ക് എനിക്ക് കാണാനതിനുള്ള സൗകര്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പറയാൻ പറ്റില്ല, എനിക്ക് വല്ലാത്തൊരു കയ്യും കാലം കുറച്ചിട്ട് വയ്യ. കാരണം ഇത്രയും മനോഹരമായി, കാരണം നമ്മുടെ മലയാളം തനിമയോടുകൂടെ നമ്മളൊരു പാട്ട് കൊടുക്കുകയാണെങ്കിൽ ആ പാട്ട് അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പാടുന്നത് 2 പേരാണ് നമ്മുടെ മലയാളത്തിലുള്ളത്. ഒന്ന് ദാസറും ഒന്ന് ജയേട്ടനും. എന്താ പറയാ, അദ്ദേഹത്തിന്റെ ഈ വിയോഗം വല്ലാത്തൊരു മാനസിക അവസ്ഥയിൽ കൊണ്ടുവന്നെത്തിച്ചിരിക്കുകയാണ് ശരിക്കും. വളരെ നന്ദി ശ്രീ മോഹൻ സിത്താര. പലരും പ്രതികരിക്കുമ്പോൾ അത് തന്നെയാണ്, ആരും പ്രതീക്ഷിച്ചില്ല ഈ വിയോഗം എന്നുള്ളതാണ്. വരിയെറിഞ്ഞ് പാടുന്ന പാട്ടുകാരൻ എന്ന നിലയ്ക്ക് കൂടിയാണ് അദ്ദേഹം വ്യത്യസ്തനാകുന്നത്. അതുകൊണ്ടാണ് ഈ ഭാവഗായകൻ എന്ന പേര് അദ്ദേഹത്തിന് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഒരു പാട്ടുപോലും മോശമെന്ന് പറയാനില്ല. അത്രത്തോളം ആ വരിയെറിഞ്ഞ് നല്ല വരികളായിരിക്കും അദ്ദേഹം പാടിയിട്ടുള്ളത്. അതും അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗ്യമായി ഭവിച്ചിരിക്കുന്നു. വിവിധ സംഗീത സംവിധായകർ, വിവിധ തലമുറകളിൽപ്പെട്ട സംഗീത സംവിധായകർ അവർക്കൊപ്പം അദ്ദേഹം പാടി. ചെറുപ്പം മുതൽ, പഠനകാലം മുതൽ തന്നെ പാട്ടുകൾ, പുരസ്കാരങ്ങൾ ലഭിച്ചുകൊണ്ടാണ് അദ്ദേഹം എത്തുന്നത്. യേശുദാസിനൊപ്പം തന്നെ ജയേന്ദ്രൻ്റെ പേരും നമ്മൾ കേൾക്കുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ അതൊരു മത്സരമാണ് എന്ന് പോലും തോന്നിക്കുന്ന രീതിയിൽ ആരാധകർ രണ്ടായി തിരിയുന്ന ഒരു ഘട്ടം വരെ ഉണ്ടായിട്ടുണ്ട്.